എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ മുതൽ സുഭാഷിതത്തില് കഴിഞ്ഞ ദിവസം നിര്യാതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നമ്മുടെ പൊതുഭവനത്തെ കുറിച്ച് എന്ന പുസ്തകത്തിലെ കാര്യങ്ങള് പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നതിന്റെ ആമുഖമാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതില് പറയുന്നത് ഇപ്രകാരമാണ്: Praise be to you, Laudato Si, opens with praise for creation, quoting Saint Francis who loved the earth. പോപ്പ് ഫ്രാൻസിസ് ലൗഡാറ്റോ സി എന്ന ഔദ്യോഗിക പത്രികയിൽ സൃഷ്ടിയുടെ സൗന്ദര്യം ആഘോഷിക്കുകയും ഭൂമിയെ സഹോദരി, മാതാവ് എന്നിങ്ങനെ വീക്ഷിച്ച അസീസിയുടെ വിശുദ്ധ ഫ്രാൻസിസിന്റെ വാക്യങ്ങൾ ഉദ്ധരിച്ച് ലേഖനം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ മനുഷ്യ നടപടികളുടെ ഫലമായി പരിസ്ഥിതിക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. മലിനീകരണം, കാലാവസ്ഥാ മാറ്റം, ജീവി ജനിതക വൈവിധ്യ നഷ്ടം തുടങ്ങിയവ പ്രത്യേകിച്ച് ദരിദ്രർക്ക് ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ നൽകുന്നു എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. കൂടാതെ പ്രകൃതിയുടെ നാശത്തെ സാമൂഹ്യ അനീതിയുമായി ബന്ധിപ്പിക്കുകയും അതിന്റെ മാനസികവും ആത്മീയവുമായ മാനത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി അടിയന്തര സംവാദത്തിനും ആഗോള സഹകരണത്തിനും വേണ്ടി അപേക്ഷിക്കുന്ന പോപ്പ് ജീവിതശൈലിയിൽ, ഉൽപാദനത്തിൽ, ഉപഭോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള അടിയന്തര ആവശ്യത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. വിശ്വാസമുള്ളവരോ ഇല്ലാത്തവരോ ആയ എല്ലാവരെയും ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ പങ്കാളികളാകാനും സമഗ്ര വികസനത്തിന് വേണ്ടി നിലകൊള്ളാനും അദ്ദേഹം ഉപദേശിച്ചുകൊണ്ടാണ് ആമുഖം അവസാനിപ്പിക്കുന്നത്. ഞാൻ ഈ പുസ്തകം മുന്നേ വായിച്ചു എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി എനിക്കത് വിശദീകരിക്കാൻ സാധിക്കുമെന്ന് ഏട്ടൻ പറഞ്ഞു. അപ്പൊ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പൊ മുഖവരിയിൽ ഇത്രയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മള് അല്ലെങ്കിൽ മനുഷ്യര്, നമുക്ക് മുന്നേ ജീവിച്ച മനുഷ്യർ ഉൾപ്പെടെ എല്ലാവരും ഏത് രീതിയിലാണ് ഈ പ്രകൃതിയോട് ഇടപെട്ട് വരുന്നതെന്നുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ ഇടപെടുന്നത്, ഇപ്പോ അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഇനി ഈ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം, അപ്പൊ ഇനി എങ്ങനെ നമ്മൾ ഇടപെടണം, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പല അധ്യായങ്ങളിലായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോ അദ്ദേഹം നമുക്കറിയാം, ഒരു ക്രൈസ്തവ സഭയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും സെന്റ് ഫ്രാൻസിസ് അസീസിയുടെയും കോട്ടുകളാണ്. ഇത് അദ്ദേഹത്തിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ പറയുകയും അതുപോലെ ജീവിക്കുകയും ചെയ്ത ആ ഒരു അനുഭവമാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പോ ഭൂമിയിലെ ഓരോ വ്യക്തിയെയും, അതായത് ഇപ്പൊ ഇത് നമുക്കറിയാം, ഇത് ഒരു ക്രൈസ്തവ സഭയുടെ ചാക്രിക ലേഖനമാണ് ഈ പുസ്തകമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു ക്രൈസ്തവ ജനതയെ മാത്രമല്ല, ഭൂമിയിലെ ഓരോ വ്യക്തിയെയും അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഓരോ വ്യക്തിക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന ഈ ഭൂമിയിൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ആ ദൈവം എന്നുള്ള ആ പദവിയിൽ നിന്നുകൊണ്ട് എങ്ങനെ ആണ് ഈ ഭൂമിയെ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ആ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഇപ്പൊ ഇവിടെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള വിശ്വാസികളുടെ ആ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടിയുടെ ശക്തി സൗന്ദര്യത്തിൽ മതിമറന്നു പോകാതെ ആ സ്രഷ്ടാവിന്റെ ശക്തി സൗന്ദര്യത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന വസ്തുക്കളോട് നമ്മുടെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഇടപെടൽ, അതിനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനേക്കാൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഭൂമി നമ്മളോട് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മളെ
നമ്മള് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഭൂമിയെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഇടം എന്നതിനപ്പുറം അതിനെ അതിന്റെ ഒരു വിശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ആദരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓരോ ജീവരാശിയോടും നമ്മുടെ ആദരവ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്, ഭക്തിയോടുകൂടിയാണ് അവരോട് ഇടപെടേണ്ടത് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഈ 16 ഖണ്ഡികകളായിട്ടാണ് ആദ്യത്തെ ആമുഖം അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് എല്ലാവരും ശരിക്കും ഓരോരുത്തരും വായിച്ച് ഓരോ വരികളും ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മൾ മറ്റൊരാൾ വായിച്ചത് വിശദീകരിക്കുന്നതിനേക്കാൾ സ്വയം വായിച്ച ഓരോ വരികളിലുമുള്ള അന്തസത്ത ഉൾക്കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം എത്തിച്ചേരേണ്ടതാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പോ പൊതുഭവനത്തെ കുറിച്ച് എല്ലാ ജനങ്ങളുമായും സംവാദത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതിലെ ഓരോ കാര്യങ്ങളും ഇപ്പം DP കോളേജ് ഒളിമ്പസിന്റെ വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും സഹായകരമായത് ഇതെങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിലൂടെയാണ്. കാരണം ഇത് നമ്മള് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല, ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും ഭൂമിയോട് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തിൽ അവർ ഏത് സംസ്കാരത്തിൽ വളർന്നതാണോ, ഏത് മതത്തിൽ വളർന്നതാണോ, അല്ലെങ്കിൽ അവർ ഏത് മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണോ എന്നത് കാര്യമല്ല, പക്ഷെ അവരുടെ ആ ജീവിത രീതി വെച്ച് അവർക്ക് എന്തെല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം മുഴുവനായിട്ട് ചെയ്യാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. അത് ജീവിത ശൈലിയിൽ, നമ്മുടെ ജീവിത രീതിയിൽ, അതുപോലെ ഉൽപാദനം, ഉപഭോഗം എന്നിവയിലൊക്കെ അഗാധമായ മാറ്റങ്ങൾക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഏതാണ്ട് ഭൂമിയെ ഒരു 3/4 ഭാഗത്തോളം നമ്മൾ ചൂഷണം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ്, ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വലിയൊരു സാധ്യത ഇവിടെ നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട്. അതായത് മനുഷ്യർക്ക് ഇനിയും മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ശരിക്കും അത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മളിപ്പോ ഇതൊന്നും നടക്കില്ല, ഇതൊന്നും സാധ്യമല്ല, മനുഷ്യരാശി അത്രയും താഴ്ന്ന അവസ്ഥയിലേക്ക് അധപതിച്ചു പോയി എന്നുള്ള അങ്ങനെയല്ല കാണേണ്ടത്. ഇനിയും നമുക്ക് മാറാനുള്ള സാധ്യത, മനുഷ്യർക്ക് ആ ശേഷി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ പ്രകൃതിയുടെ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സമഗ്രതയെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ ആ സമഗ്രമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ ഈ പ്രകൃതി എന്ന പുസ്തകത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം വേർതിരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം വിശദീകരിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് ഈ പ്രകൃതിയോടുള്ള ഇടപെടൽ മുഴുവനായിട്ടും അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ആകണമെന്നില്ല. അപ്പൊ അതിനെ മുഴുവനായിട്ടും നമ്മൾ മനസ്സിലാക്കി ഇടപെടണം എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള തലത്തിലാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നത്. അങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, വാചകമുണ്ട്, മനുഷ്യൻ തന്റെ സ്വാതന്ത്ര്യം അപരിമിതമാണെന്ന് കരുതുന്നു. മനുഷ്യൻ ഒന്നും സ്വയം നിർവഹിക്കുന്നില്ല അല്ലെങ്കിൽ നിർമ്മിക്കുന്നില്ല. അവൻ ആത്മാവും ഇച്ഛയും പ്രകൃതി തന്നെയും ആണ് എന്ന കാര്യം സ്വയം മറന്നിരിക്കുകയാണെന്നുള്ളതാണ്. ആ മറന്ന അവസ്ഥയിലാണ് ഇപ്പോ ഇടപെടുന്നത് എന്നുള്ളതാണ്. എല്ലാം നമ്മൾ കൈവശപ്പെടുത്തിയിട്ട് അത് നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് അദ്ദേഹം മാറ്റം വരുത്തണം എന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കാനും കൂടിയിട്ടാണ് ഈ പൊതുഭവനം നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ വേലി കെട്ടി അതിനകത്ത് സുരക്ഷിതമായിട്ട് എന്നുള്ള ധാരണയിൽ ജീവിക്കുന്നിടത്താണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ വിശുദ്ധ അസീസി ഫ്രാൻസിസിന് അദ്ദേഹത്തിന്റെ വരികളെ അദ്ദേഹം പറയുന്നുണ്ട്, എത്ര ചെറിയ ജീവികളോടും ആദരവും ഭക്തിയും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. വിസ്മയത്തോടും അത്ഭുതത്തോടും ഈ പ്രകൃതിയിൽ ഇടപെടാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ സാഹോദര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഭാഷയിൽ സംസാരിക്കാൻ മറക്കുമ്പോഴാണ് നമുക്കിടയിൽ അധികാരത്തിന്റെയും അതുപോലെ ഞാൻ ഇതിന്റെ ഉടമയാണ് എന്നുള്ള ഭാവത്തിൽ നമുക്ക് വെറും ഭൂമിയുടെ ഉപഭോക്താക്കളായി മാറാൻ സാധിക്കുന്നത്. അത്തരം ആ ഒരു വെറും ഉപഭോക്താവ് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലെ നമ്മളെ പോലെ തന്നെയുള്ള എല്ലാ ജീവികളെയും അത് അർഹിക്കുന്ന ആദരവും ഭക്തിയും നൽകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിലനിൽക്കുന്ന എല്ലാത്തിനോടും ഉള്ള ആ ഒരു ഗാഢബന്ധം അനുഭവപ്പെടുന്നെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയോട് സ്വാഭാവികമായിട്ടും കരുതലും സംയമനവും പരിഗണനയും ഒക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മൾ ഈ
നമ്മുടെ ഒളിമ്പസിന്റെ ഓരോ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തിനാണ് ഈ പരിപാടി പങ്കെടുക്കുന്നത്? നമുക്ക് ഈ കൂട്ടായ ജീവിതം, അതായത് എല്ലാം തമ്മിലുള്ള ആ പരസ്പര ബന്ധം, അതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് കൂട്ടായ ജീവിതം ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കൂട്ടായ എല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് എന്താ പറയാ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കാര്യത്തിൽ, അതായത് നമുക്ക് ആ സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണർന്നു വരേണ്ടുന്ന മൂല്യങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിലനിൽക്കുന്നു, അതുപോലെ എല്ലാം നിലനിൽക്കുന്നു, അതുപോലെ എല്ലാത്തിനും ഇവിടെ അതിൻ്റെതായിട്ടുള്ള നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ട്. ഇതിൽ കൈകടത്താനായിട്ട് നമുക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ള ആ ഒരു ബോധ്യം ഉറയ്ക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ മുന്നിൽ വരുന്നതിനോടുള്ള ആ ഒരു ബന്ധുത്വം ഉണർന്നു വരുന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ വിശദീകരണം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി വരും അധ്യായങ്ങളിൽ ഇത് ഓരോന്നും എങ്ങനെ നമുക്ക് പിന്നെ ഈ ഭൂമിക്ക് എന്താണ് പറ്റിയത്, അതിൽ നമ്മൾ മനുഷ്യരുടെ ഇടപെടൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള കാര്യങ്ങൾ അത് വിശ്വാസികൾക്ക് ഉതകുന്ന രീതിയിൽ അവരുടേതായ ഭാഷയിൽ തന്നെയാണ് വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷെ അത് വായിക്കുന്ന ആർക്കും ഞാൻ എങ്ങനെ ഇതിനോട് ഇടപെടണം, ഇപ്പൊ ഞാൻ ചെയ്യുന്നതിന്റെ ആ ഒരു അർത്ഥശൂന്യത എത്രയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ബോധ്യമാകുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു പുസ്തക പരിചയം എന്നുള്ളത് ഒരു പരിചയം മാത്രമായിട്ട് എടുക്കുക. ഓരോരുത്തരും ഇത് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആ പുസ്തകം പരമാവധി വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ മുതൽ ഓരോ അധ്യായങ്ങളായിട്ട് ചുരുക്കി വിശദീകരിക്കാൻ ശ്രമിക്കാമെന്നുള്ളത്. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ മുമ്പിൽ ഒരു ആവശ്യം വന്നപ്പോൾ ശരി ശ്രമിക്കാം എന്നുള്ള തരത്തിൽ വിശദീകരിച്ചാണ്. ഈ 16 ഖണ്ഡികകളാണ് ഈ ആമുഖമായിട്ട് വരുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വാചകങ്ങളോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ ഒക്കെയാണ് അവരുടെ ഉള്ളിൽ ഉള്ള മൂല്യത്തെ ഉണർത്തുന്നത്. അപ്പൊ എല്ലാവരും അത് വായിക്കുക. എവിടെ നിന്നാണ് നമുക്ക് ആ ഒരു സ്പാർക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളിലുള്ളതിനെ ഉണർത്തപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവരും വായിച്ച് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രയോഗിക്കുക. സ്വാഭാവികമായിട്ടും അത് ഉണർന്നു വരാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ സുഭാഷിതത്തിൽ എനിക്കിത് പറയാൻ സാധിച്ചതിന് നന്ദി പറയുന്നു. നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.